ഷാർജയിൽ നിന്ന് ബഷീർ എന്ന പ്രേക്ഷകനുണ്ട്. ബഷീർ, ചോദിച്ചോളൂ. സർ, ഗുഡ് ഈവനിങ്. ഹലോ, ഗുഡ് ഈവനിങ് ശ്രീ ബഷീർ. ഹൗ ആർ യു സർ? I'm fine, Hello. Mr. Bashir. How are you? ഐ ആം ഫൈൻ സർ. സർ, എനിക്കൊരു ഡൗട്ട് ഉണ്ട്. ഞങ്ങൾ ഫാമിലി ആയിട്ട് ഇവിടെ ഷാർജയിലാണ് താമസിക്കുന്നത്. അപ്പൊ അങ്ങനെ എന്റെ നാട്ടില് കാലിക്കറ്റാണ് എന്റെ വീടിപ്പം വീട്ടിലാരും ഇല്ല. ഞങ്ങളിപ്പം ഇവിടെ ആയിട്ട് നാട്ടിൽ വെക്കേഷൻ വരും മാത്രം ഒരു 2 weeks 3 weeks നാട്ടിലുണ്ടാവും. സോ ഹൗ ടു ഗോ അബൌട്ട് ദിസ് പ്രൊസീജിയർ? ശരി. ഇപ്പൊ എന്താ ചെയ്യേണ്ടത് ഈ താങ്കളുടെ പ്രൊസീജിയർ? വോട്ട് ഇവിടെ ഉണ്ടോ ശ്രീ ബഷീർ നാട്ടിൽ? എന്റെ വോട്ട് കാലിക്കറ്റില് കോഴിക്കോട് വഞ്ചിലല്ല എന്റെ വോട്ട്. ഉണ്ടല്ലോ. അതെ. അതിന് എനിക്ക് വോട്ട് 2002 താങ്കളുടെ അച്ഛനോ അമ്മയോ ആരെങ്കിലും ഒരു വോട്ടുണ്ടോ? അത് ഓർമ്മയില്ല സാറേ. 2002 അറിയില്ല അല്ലെ? കുഴപ്പമില്ല. സോ നമുക്ക് ചെയ്യാനുള്ളത് ഒരു കാര്യമേ ഉള്ളൂ. നോ പ്രോബ്ലം. ഓക്കെ, ആയിക്കോട്ടെ. ഞാൻ 2 ഓപ്ഷനും പറയാം. ഞാൻ 2019 വോട്ട് ചെയ്തു സാറേ. ഞാൻ ആദ്യമായിട്ട് 2019 വോട്ട് ചെയ്തിരുന്നു നാട്ടില്. ഓക്കെ, ഫൈൻ, ആയിക്കോട്ടെ, കുഴപ്പമില്ല, നോ പ്രോബ്ലം. സോ താങ്കൾക്കുള്ള ഒരു ഓപ്ഷന് 2025 താങ്കളുടെ പേര് ലിസ്റ്റിലുണ്ടെങ്കിൽ താങ്കൾക്ക് ഒരു എനുമറേഷൻ ഫോം കിട്ടും. ഇപ്പോൾ അത് ഓൺലൈനായിട്ട് നാളെ മുതൽ താങ്കൾക്ക് ഡൗൺലോഡ് ചെയ്തിട്ട് അത് ഫില്ല് ചെയ്തിട്ട് തിരിച്ചയക്കാം. ഓൺലൈനായിട്ട് തന്നെ അയക്കാം. ഓക്കെ, സോ ദാറ്റ് ഈസ് ദ ഫസ്റ്റ് ഓപ്ഷൻ. ഇപ്പോൾ രണ്ടാമത്തെ ഓപ്ഷൻ എന്ന് പറയുന്നത് വീട്ടിൽ ആരും ഇല്ല എന്ന് നിങ്ങൾ പറഞ്ഞു. പക്ഷേ വീട്ടിന്റെ തൊട്ടടുത്ത് ആരെങ്കിലും താങ്കളുടെ ബന്ധുക്കളുണ്ടോ? എന്റെ സിസ്റ്റേഴ്സ് ഒക്കെ നിയർ ബൈ താമസിക്കുന്നുണ്ട്. പിന്നെ വളരെ ഈസി ആയി പോയി. ഇപ്പോ താങ്കൾക്ക് ഓൺലൈനായിട്ട് സബ്മിറ്റ് ചെയ്യാൻ പ്രയാസം ഉണ്ടെങ്കിൽ അവരോട് പറഞ്ഞിട്ട് അത് ഒപ്പിട്ടിപ്പിക്കാം. അതാണ് ഒരു ഓപ്ഷന്. പിന്നെ താങ്കൾ തന്നെ നേരിട്ട് ഓൺലൈനിൽ സബ്മിറ്റ് ചെയ്യുവാണെങ്കിൽ അതിൽ വെരിഫിക്കേഷന്റെ ഭാഗമായിട്ട് വീട്ടിലോട്ട് വരുമ്പോൾ താങ്കളുടെ സിസ്റ്ററോട് താങ്കളുടെ അവിടുത്തെ പ്രസൻസ് സ്ഥിരീകരിക്കാൻ പറഞ്ഞാൽ മതി. അവരത് വെരിഫൈ ചെയ്തിട്ട് പോകും. അല്ലെങ്കിൽ എന്റെ നെയ്ബേഴ്സിനോട് പറഞ്ഞാൽ അത് ഓക്കെ ആണോ? മതി, എനിത്തിങ് ഇസ് ഫൈൻ, നോ പ്രോബ്ലം. ഫൈൻ, ഓക്കെ. ഒരു അഡൽട്ട് മെമ്പർ ആയിരിക്കണമെന്നുള്ളൂ.